തിരുവനന്തപുരം കളിയിക്കവളയിൽ കോറി ഉടമ ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യ സൂത്രധാരനെന്ന് പോലീസ് കരുതുന്ന ഒളിവിൽ പോയ രണ്ടാം പ്രതിയും സർജിക്കൽസ് ഉടമയുമായ സുനിൽകുമാർ കീഴടങ്ങിയ വാർത്തകൾ പുറത്തുവരികയാണ്. കൊലപാതകം ചെയ്യുന്നതിനാണ് എന്നറിയാതെയാണ് സർജിക്കൽ ബ്ലൈഡും മറ്റു ഉപകരണങ്ങളും അമ്പിളിക്ക് നൽകിയതെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. 3 ദിവസമായി തമിഴ്നാട് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനത്തുമായി തിരച്ചിൽ നടത്തിവരവെയാണ് ഞായറാഴ്ച രാത്രി സുനിൽകുമാർ വക്കീലുമായി കളിയിക്കവള പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. അതേസമയം കേസിലെ പ്രധാന പ്രതി അമ്പിളി റിമാൻഡിലാണ് എന്നാണ് വിവരങ്ങൾ. ശനിയാഴ്ച രാവിലെ തന്നെ സുനിൽകുമാറിന്റെ കാർ കുലശേഖരത്തിന് സമീപത്തെ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് പോലീസ് കേരളത്തിനും തമിഴ്നാടിനും പുറമെ കർണാടക കേന്ദ്രീകരിച്ചടക്കം അന്വേഷണം ശക്തമാക്കിയിരുന്നു. അതേസമയം സുനിൽകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം മാർത്താണ്ഡത്തെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇക്കഴിഞ്ഞ 7 മാസം മുൻപാണ് ഒന്നാം പ്രതി അമ്പിളി എന്ന സജികുമാറുമായി ബന്ധപ്പെട്ടതെന്നാണ് ഇയാൾ പോലീസിനോട് പറയുന്നത്. അതായത് ഗ്ലൗസും ബ്ലൈഡും അടക്കമുള്ള ഉപകരണങ്ങൾ താൻ വാങ്ങി നൽകിയതാണെന്നും സമ്മതിച്ചു. പക്ഷേ ഇയാൾ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തു എന്നുള്ളതാണ് പോലീസ് ഇനി കണ്ടെത്തേണ്ടത്. അതേസമയം അന്വേഷണ സംഘം ഈ മൊഴികൾ മുഖവിലയ്ക്കെടുക്കുന്നില്ല. തനിക്ക് വസ്ത്രങ്ങൾ വാങ്ങി നൽകുകയും അന്നേ ദിവസം കളിയിക്കവളയിൽ കാറിൽ എത്തിക്കുകയും ചെയ്തത് സുനിൽകുമാറാണെന്ന് അമ്പിളി നേരത്തെ തന്നെ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു. അതായത് കളിയിക്കവളയിൽ എത്തിയതിന് പിന്നാലെയാണ് കൊലപാതകം നടത്താൻ പോകുന്നതായി അമ്പിളി സുനിൽകുമാറിനോട് പറഞ്ഞതെന്നും താൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെയും കൊലപ്പെടുത്തുമെന്ന് അമ്പിളി ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ റിമാൻഡിലായ അമ്പിളിയും നേരത്തെ തന്നെ പിടിയിലായ മറ്റൊരു പ്രതിയായ പ്രവീൺ ചന്ദ്രന് നൽകിയ മൊഴികൾ സുനിൽകുമാറിന്റെ മൊഴിയുമായി പൊരുത്തപ്പെടുന്നില്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുകയാണ്. ചെന്നൈയിൽ ഒളിവിലായിരുന്ന സുനിൽകുമാർ ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് അഭിഭാഷകനോടൊപ്പം കളിയിക്കവള പോലീസ് സ്റ്റേഷനിലെത്തിയത്. അമ്പിളി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സർജിക്കൽ ബ്ലൈഡും ഗ്ലൗസും വാങ്ങി നൽകിയതെന്നാണ് സുനിൽ പറയുന്നത്. സംഭവത്തിൽ 2 ദിവസം മുൻപ് ഒരാളെ തട്ടാനുണ്ടെന്ന് അമ്പിളി തന്നോട് തമാശയ്ക്ക് പറഞ്ഞു എന്നാണ് താൻ കരുതിയത്. സംഭവ ദിവസം രാവിലെ അമ്പിളി നെയ്യാറ്റിൻകരയിൽ എത്തിയിരുന്നു. തുടർന്ന് സുനിലിന്റെ കാറിൽ കൊലപാതകം നടന്ന കളിയിക്കവളയിലെത്തി. ഇതിനിടെ ഇരുവരും ചേർന്ന് കാറിലിരുന്ന് മദ്യപിച്ചു. തുടർന്ന് പൂവാറിലെ തുണിക്കടയിലെത്തി പാന്റും ഷർട്ടും ഉൾപ്പെടെ വാങ്ങി നൽകാൻ അമ്പിളി ആവശ്യപ്പെട്ടു. തുണി വാങ്ങിയതിന് പിന്നാലെ മലയത്തെ വീട്ടിൽ വിടണമെന്ന് അമ്പിളി സുനിലിനോട് ആവശ്യപ്പെട്ടു. വീടിന് സമീപത്തെത്തിയപ്പോൾ താൻ തിരിച്ചു വരുന്നുവെന്നും അമരവിളയിൽ തന്നെ ഇറക്കി വിടണമെന്നും അമ്പിളി പറഞ്ഞുവെന്നാണ് സുനിൽകുമാർ പറയുന്നത്. തിരിച്ചുള്ള യാത്രയിലും അമ്പിളി മദ്യപിച്ചു. ഇതിനിടെയാണ് അമ്പിളി ദീപുവിനെ കൊല്ലുമെന്ന് പറഞ്ഞത്. കൊട്ടേഷനാണോ എന്നതുൾപ്പെടെയുള്ള കാര്യം പറഞ്ഞതുമില്ല. സുനിലിന് ദീപുവിനെ അറിയില്ലായിരുന്നു. അതേസമയം സുനിലിന്റെ ഈ കാറിൽ ജീവനക്കാരനുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അതായത് നെയ്യാറ്റിൻകരയിൽ വെച്ചാണ് സുനിലിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനും ഇപ്പോൾ തന്നെ പിടിയിലായ പ്രദീപ് ചന്ദ്രനും വാഹനത്തിൽ കയറിയത്. രാത്രി 7:30യോടെയാണ് അമ്പിളി അമരവിളയിൽ ഇറങ്ങിയത്. രാത്രി 10-ന് ശേഷം പടന്താലുമൂട്ടിലെ തിയേറ്ററിന് സമീപം കാറിൽ കാത്തു നിൽക്കണമെന്നാണ് സുനിലിനോട് അമ്പിളി ആവശ്യപ്പെട്ടത്. അത് നിരസിച്ചപ്പോൾ സുനിലിന്റെ മകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. പേടിച്ച് തന്നെ സുനിൽ പ്രദീപിനോട് ഇക്കാര്യം വെളിപ്പെടുത്തി. തുടർന്ന് ഇടിച്ചയ്ക്ക് പ്ലാമൂടുള്ള സുനിലിന്റെ ഭാര്യ വീട്ടിലെത്തി. ഇരുവരും മദ്യപിച്ച് കിടന്നുറങ്ങി. അമ്പിളി വിളിക്കാതിരിക്കാൻ സുനിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയെന്നാണ് വിവരങ്ങൾ. പ്രദീപിന്റെ ഫോൺ നമ്പർ അമ്പിളിക്ക് അറിയില്ലായിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതോടെയാണ് ചെന്നൈയിൽ താൻ ഒളിവിൽ പോയതെന്നാണ് സുനിൽ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതേസമയം സുനിൽ പറഞ്ഞതും സമീപത്തെ CCTV ദൃശ്യങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അമ്പിളിയുടെ മൊഴി പ്രകാരം ദീപു ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി സ്വയം നൽകിയ കൊട്ടേഷന്റെ സാധ്യതകളും തമിഴ്നാട് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കേസ് അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും പോലീസ് ആലോചിക്കുന്നുണ്ട്. അതേസമയം ഗുണ്ടകളെ ഏറെ ആരാധിച്ചിരുന്നു എന്നാണ് സുനിൽകുമാർ പറയുന്നതും. സുനിൽകുമാറിനെ പ്രധാന പ്രതിയുമായി അടുപ്പിച്ചത് ഗുണ്ടകളോടുള്ള ആരാധനയെന്നാണ് വിവരങ്ങൾ. വെങ്ങാനൂരിന് സമീപം പൂങ്കുളം സ്വദേശിയായ സുഹൃത്ത് വഴി 7 മാസം മുൻപാണ് സുനിൽകുമാർ ഈ കേസിലെ പ്രധാന പ്രതിയായി ചൂഴാറ്റുകോട്ട അമ്പിളി എന്ന സജികുമാറിനെ പരിചയപ്പെടുന്നത്. ഗുണ്ടകളുടെ വീരകഥകൾ ഏറെ ഇഷ്ടമുള്ള സുനിൽകുമാർ ഇയാളുടെ പഴങ്കഥകളൊക്കെ കേൾക്കുന്നത് പതിവായിരുന്നു. ഈ സൗഹൃദം പെട്ടെന്ന് തന്നെ വളരുകയും ഇരുവരെയും തമ്മിൽ ഇടയ്ക്കിടെ കണ്ടുമുട്ടുകയും ഒക്കെ ആക്കി. തിരുവനന്തപുരത്തെ ഗുണ്ടാപ്പകയുടെ കഥ പറയുന്ന ഈ അടുത്ത കാലത്തിറങ്ങിയ മലയാള ചലച്ചിത്രം നിരവധി തവണ കണ്ടതായും ഇതാണ് അമ്പിളിയോടുള്ള കഥകളുടെ താല്പര്യമുയർത്തിയതെന്നുമാണ് ഇയാൾ പോലീസിനോട് മൊഴി നൽകിയത്. ഇത്തരത്തിലുള്ള മദ്യപാനത്തിനിടയിലാണ് ദീപുവിനെ കൊലപ്പെടുത്തുമെന്ന് അമ്പിളി തന്നോട് ആദ്യമായി വെളിപ്പെടുത്തിയതെന്നാണ് സുനിൽകുമാർ നൽകിയിരിക്കുന്ന മൊഴിയും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.